ഹായ് നമസ്കാരം. കേറ്ററ്റിനും സീറ്ററ്റിനും സെറ്റിനുമൊക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്ന 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പ് 5 ക്വസ്റ്റ്യൻസിലേക്കാണ് വീണ്ടും നിങ്ങളെ കൊണ്ടുപോകുന്നത്. 5 ചോദ്യങ്ങൾ, അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള വിശദീകരണങ്ങൾ, അതാണ് നമ്മൾ ഈ ഒരു സീരീസിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതാണ് ഇന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. അത് എ ഗുഡ് ആൻഡ് ഫെയർ യൂസേജ് ഓഫ് മലയാളം hinders a students to pronounce English words correctly. This is an example of ഒരു നല്ല രീതിയിൽ മലയാളം പഠിച്ചിട്ടുള്ള ഒരാൾ ഇംഗ്ലീഷ് വേർഡ്സ് പറയുന്നതിനെ ഹിൻഡർ ചെയ്യുന്നെങ്കിൽ അത് പോസിറ്റീവ് ട്രാൻസ്ഫർ ആണോ, നെഗറ്റീവ് ട്രാൻസ്ഫർ ആണോ, സീറോ ട്രാൻസ്ഫർ ആണോ, വെർട്ടിക്കൽ ട്രാൻസ്ഫർ ആണോ, ഏതാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ള ആൻസർ? ഗുഡ് ആൻഡ് ഫെയർ യൂസേജ് ഓഫ് മലയാളം ഹിൻഡേഴ്സ് അല്ലേ, അതാണ് അവിടുത്തെ വേർഡ്. ഏതാണ്? തടസ്സം നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് നെഗറ്റീവ് ട്രാൻസ്ഫർ ആണ്. നേരെ മറിച്ച് ഒരെണ്ണത്തെക്കുറിച്ചുള്ള നോളജ് മറ്റൊന്നിനെ സഹായിക്കുകയാണ്, പഠിക്കാൻ സഹായിക്കുകയാണെങ്കിൽ അത് പോസിറ്റീവ് ട്രാൻസ്ഫർ ആണ്. ഒരു തരത്തിലും ഒരെണ്ണം പഠിച്ചതുകൊണ്ട് മറ്റതിനകത്ത് യാതൊരു തരത്തിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നില്ലെങ്കിൽ അത് സീറോ ട്രാൻസ്ഫർ ആണ്. ദെൻ വെർട്ടിക്കൽ ട്രാൻസ്ഫർ എന്താ? വെർട്ടിക്കൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ വെൻ ലേണിംഗ് അറ്റ് എ ലോവർ ലെവൽ ഹെൽപ്സ് ഇൻ മാസ്റ്ററിങ് എ ഹയർ ലെവൽ സ്കിൽ. അതായത് നമ്മൾ കൂട്ടാൻ പഠിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനൊക്കെ സഹായിക്കുന്നില്ലേ? അപ്പോൾ ബേസിക് ലെവലിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഹയർ ലെവലിൽ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് വെർട്ടിക്കൽ ട്രാൻസ്ഫർ എന്നാണ് പറയുക. അപ്പം 4 തരത്തിലുള്ള ആ ട്രാൻസ്ഫർ: പോസിറ്റീവ് ട്രാൻസ്ഫർ, നെഗറ്റീവ് ട്രാൻസ്ഫർ, സീറോ ട്രാൻസ്ഫർ, വെർട്ടിക്കൽ ട്രാൻസ്ഫർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒറ്റ നോളജ് വെച്ചിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. അടുത്ത ചോദ്യം നോക്കൂ. എ ന്യൂ ബിഹേവിയർ ഈസ് ലേൺഡ് but not demonstrated until reinforcement is provided for displaying it. This type of cognitive learning is called insight learning, latent learning, social learning, verbal learning. ആരാണ്? ന്യൂ ബിഹേവിയർ ഈസ് ലേൺഡ് ബട്ട് നോട്ട് ഡെമോൺസ്ട്രേറ്റഡ് അണ്ടിൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് പ്രൊവൈഡഡ്. ഏതാണ് അത് ശരിയായിട്ടുള്ള ആൻസർ? ലേറ്റൻറ്റ് ലേണിംഗ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അതായത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു, പക്ഷേ അത് നിങ്ങൾ പുറത്തേക്ക് കാണിക്കാനായിട്ടുള്ള, ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതാണ് എ ന്യൂ ബിഹേവിയർ ഈസ് ലേൺ ബട്ട് നോൺ ഡെമോൺസ്ട്രേറ്റഡ് അണ്ടിൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് പ്രൊവൈഡഡ് ഫോർ ഡിസ്പ്ലേയിങ് ഇറ്റ്. അതിനെ ലേറ്റൻറ്റ് ലേണിംഗ് എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സോഷ്യൽ ലേണിംഗ്, വെർബൽ ലേണിംഗ് ഒക്കെ സിമ്പിളാണ് അല്ലേ? സോഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത് സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നു. വെർബൽ ലേണിംഗ് എന്ന് പറയുന്നത് ഭാഷാപരമായിട്ടുള്ളതാണെങ്കിൽ ലേറ്റൻറ്റ് ലേണിംഗ് എന്താണെന്ന് പറഞ്ഞു. ഇൻസൈറ്റ് ലേണിംഗ് എന്താ? ലേറ്റൻറ്റ് ലേണിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് ഒന്നുകൂടി നോക്കുക. റെഫേഴ്സ് ടു ടൈപ്പ് ഓഫ് ലേണിംഗ് വെയർ ന്യൂ ബിഹേവിയർ ഈസ് അക്വയർഡ് ബട്ട് remain hidden, not demonstrated until there is a reason or reinforcement to display it. This concept was introduced by Edward C. Tolman. Latent learning എന്ന് പറയുന്ന കൺസെപ്റ്റ് ടോൾമാൻ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നതുകൂടി അവിടെ ഓർത്തിരിക്കാം. അദ്ദേഹത്തിൻ്റെ റാറ്റ്സിലൊക്കെയുള്ള എക്സ്പെരിമെൻ്റ് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് കണ്ടെത്തുന്നത്. ഓക്കെ, പിന്നെ അവിടെ നമുക്ക് വേണ്ട അടുത്തൊരു ടേമുണ്ട്. അത് ഇൻസൈറ്റ് ലേണിംഗ് ആണ് അല്ലേ? ഉൾക്കാഴ്ച പഠനം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ഇൻസൈറ്റ് ലേണിംഗ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള സൈക്കോളജി പഠിക്കുന്നതാണ്. നമ്മുടെ ഒരു ഇൻസൈറ്റ് ലേണിംഗ് ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഉൾക്കാഴ്ച കൊണ്ട് ഒരു കൺസെപ്റ്റ് പ്രോബ്ലത്തിന് സോൾവ് ചെയ്യുന്ന മെത്തേഡൊക്കെയാണ് അവിടെ വരുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറിയൊക്കെയുള്ള പാർട്ടാണ്, അതിലേക്ക് പോകുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക അവിടെ. ഇനി എവറി ഡിഫറൻറ്റ് ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി ഇൻവോൾവ്സ് എ ജനറൽ ഫാക്ടർ ആൻഡ് എ സ്പെസിഫിക് ഫാക്ടർ. ദിസ് കോൺസെപ്റ്റ് ഈസ് ദ ബേസിസ് ഓഫ്. എസ് ഫാക്ടറും ജി ഫാക്ടറും പറയുന്നത് എന്താണ്? യൂണിറ്ററി തിയറിയാണോ, അനാർക്കിക് തിയറിയാണോ, സ്പിയർമാൻസ് 2 ഫാക്ടർ തിയറിയാണോ, തേഴ്സ്റ്റൺസ് ഗ്രൂപ്പ് ഫാക്ടർ തിയറിയാണോ? എസ് ഫാക്ടർ, ജി ഫാക്ടർ എന്ന് കാണുമ്പോഴേ ആളുടെ പേര് നിങ്ങളുടെ ഓർമ്മയിൽ വരണം. സ്പിയർമാൻസ് 2 ഫാക്ടർ തിയറിയാണ്. എന്താണ് എസ് ഫാക്ടറും എന്താണ് ജി ഫാക്ടറും അതുകൂടി നമുക്ക് നോക്കണം. അപ്പോൾ എന്താണ് ജനറൽ ഫാക്ടറും സ്പെസിഫിക് ഫാക്ടറും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻ്റലിജൻസിന് 2 ഫാക്ടർ ഉണ്ടെന്ന് സ്പിയർമാൻ അദ്ദേഹത്തിൻ്റെ 2 ഫാക്ടർ തിയറിയിൽ പറഞ്ഞു വയ്ക്കുന്നു. അതിൽ ജനറൽ ഫാക്ടർ അഥവാ ജി ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് മൊത്തത്തിൽ എല്ലാത്തിലും കോമൺ ആയിട്ട് കാണപ്പെടുന്ന, അല്ലെങ്കിൽ സ്പിയർമാൻ പറയുന്ന പ്രകാരം ജി എന്ന് പറയുന്നതാണ് ഓവറോൾ ആയിട്ടുള്ള കൊഗ്നിറ്റീവ് കപ്പാസിറ്റി അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് എബിലിറ്റിക്കൊക്കെ കാരണമാകുന്നതും എല്ലാത്തിനകത്തും കോമൺ ആയിട്ട് വരുന്നതും ജി ഫാക്ടറാണ്. ഇഫ് സമ്മൺ പെർഫോമൻസ് വെൽ ഇൻ വൺ ഇൻ്റലക്ച്വൽ ഏരിയ they are likely to do well in other because of this general factor. ഓരോ ഏരിയയിലും കഴിവ് തെളിയിച്ച ആൾക്കാരാണെങ്കിൽ മറ്റുള്ളതിനും സ്വാധീനിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ജി ഫാക്ടർ കാരണമാണ് എന്ന് ഓർത്തിരിക്കുക. അതാണ് സ്പിയർമാൻ്റെ 2 ഫാക്ടർ തിയറിയിലെ ജി ഫാക്ടർ. ഇനി സ്പെസിഫിക് എബിലിറ്റി അല്ലെങ്കിൽ എസ് ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്താ? സ്പെസിഫിക് ആണ്, പർട്ടിക്കുലർ ടാസ്കിന് ഓർ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ സ്പെസിഫിക് എബിലിറ്റി അല്ലെങ്കിൽ എസ് ഫാക്ടർ എന്ന് പറയുന്നത്. എ പേഴ്സൺ മൈറ്റ് ഹാവ് എ ഹൈ എസ് ഫോർ വെർബൽ റീസണിങ് ബട്ട് എ ലോവർ എസ് ഫോർ
സ്പേഷ്യൽ സ്കിൽസ്. അപ്പോൾ ചിലതിൽ സ്പെഷ്യലാണ് അല്ലേ, സ്പെഷ്യലായിട്ട് വരുന്നതാണ് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് വരുന്നതാണ്. ചിലതിൽ നല്ല ഇതുണ്ടായിരിക്കും, കഴിവുണ്ടായിരിക്കും, ചിലതിൽ കുറവായിരിക്കും. അതിൻ്റെ എക്സാമ്പിളാണ് വെർബൽ റീസണിങ്ങിൽ നല്ല സ്കില്ലുണ്ടായിരിക്കും, പക്ഷേ സ്പെഷ്യൽ സ്കിൽസിൽ അല്ലെങ്കിൽ സ്പേഷ്യൽ സ്കിൽസിൽ അവർക്ക് ആ കഴിവ് ഉണ്ടാവില്ല, സ്പെഷ്യലായിട്ടുള്ള ഇൻ്റലിജൻസ് അവർക്ക് ഉണ്ടാവില്ല. ഈച്ച് മെൻ്റൽ ടാസ്ക് ഓൾസോ റിക്വയർ എ സ്പെസിഫിക് എബിലിറ്റി ദാറ്റ് വേരീസ് ഫ്രം വൺ ടാസ്ക് ടു അനദർ. ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള എസ് ഫാക്ടറുകളായിരിക്കണം ആവശ്യമായിട്ടുള്ള. ജനറൽ ഫാക്ടർ എന്ന് പറയുന്നത് എല്ലാത്തിലും കോമൺ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ജി ഫാക്ടർ എന്ന് പറയുന്നത്. ഇതാണ് സ്പിയർമാൻ്റെ 2 കൺസെപ്റ്റായിട്ട് അവിടെ പറയുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ലാസ്റ്റ് നടന്നിട്ടുള്ള കേറ്ററ്റിൻ്റെ ഒരു എക്സാമ്പിൾ, കേറ്ററ്റ് കാറ്റഗറി 3യിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇത് അല്ലാതെ ജനറൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിലും പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 എന്ന് പറയുന്നത് ആ വർഷം തൊട്ട് ചോദിക്കാറുണ്ട്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് RTE 2009. The responsibilities of schools and teachers is mentioned in Chapter 1, Chapter 2, Chapter 3, Chapter 4. അപ്പോൾ RTE 2009 പാർലമെൻറ്റ് പാസ്സാക്കി 2010 നിലവിൽ വന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ചാപ്റ്ററുകളിനകത്തേക്കൊന്നും ഇറങ്ങി അങ്ങനെ പഠിക്കാറില്ല. അവിടുന്ന് ചോദ്യം കഴിഞ്ഞ തവണ കണ്ടിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഇനിയും പ്രതീക്ഷിക്കാമെന്നുള്ളതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ചു. ഈ സ്കൂൾസ് ആൻഡ് ടീച്ചേഴ്സിനെ കുറിച്ച്, അവരുടെ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ച് പറയുന്നത് Chapter 4ലാണ്. സ്കൂൾസിൻ്റെയും ടീച്ചേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി പറയുന്നത് RTE 2009 RTE Chapter 4ലാണ് എന്നോർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ Chapter 1ൽ എന്താ പറയുന്നത്? പ്രിലിമിനറി പ്രൊവിഷൻസിനെ കുറിച്ചിട്ടാണ് Chapter 1ൽ പറയുന്നത്. അതായത് ഈ ആക്ട് കൊണ്ടുണ്ടാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻസും സ്കോപ്പും ഒക്കെയാണ് പ്രിലിമിനറി പ്രൊവിഷൻസിൽ പറയുന്നത്. Chapter 2ലേക്ക് വരുമ്പോൾ റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷനെ കുറിച്ചാണ്. ഫ്രീയും സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നത് Chapter 2ലാണ്. Chapter 3ലേക്ക് വരുമ്പോൾ ഡ്യൂട്ടീസ് ഓഫ് ഗവൺമെൻറ് ആൻഡ് ലോക്കൽ അതോറിറ്റി, ഗവൺമെൻറ്റിൻ്റെയും ലോക്കൽ അതോറിറ്റിയുടെയും ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നതാണ് Chapter 3. മാറിപ്പോണ്ട. Chapter 4 ആണ് സ്കൂൾസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് പറയുന്നത്. Chapter 5ഉം 6ഉം ഒക്കെ കരിക്കുലവും മോണിറ്ററിങ്ങും പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ആക്റ്റും റൈറ്റും ഒക്കെയാണ് അവിടെ അടുത്ത പാർട്ടുകളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4ാമത്തെ ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ് ചോദിച്ചത്. 3 നോട്ട് ചെയ്ത് വെച്ചു. ഗവൺമെൻറ് ആൻഡ് ലോക്കൽ അതോറിറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നത് Chapter 2 ആണെന്നും നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു തവണ ഇങ്ങനെ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കാം. ഇനി വന്നാലും നിങ്ങൾക്ക് അറിയണം RTE എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇത് പലപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് കാറ്റഗറി 3 കാറ്ററ്റിനും സെറ്റിനും വേണം ചോദിക്കാൻ, അഡോളസെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട്. 3 കാറ്ററ്റിൽ വളരെ റിപ്പീറ്റഡ് ആയിട്ട് കാറ്റഗറി 3 എല്ലാ പേപ്പറുകളിലും എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആയിട്ട് ഇപ്പോൾ ഇത് മാറിയിട്ടുണ്ട്. അതായത് അഡോളസൻസിൻ്റെ ഇടയ്ക്കുള്ള ഈറ്റിംഗ് ഡിസോർഡറുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അഡോളസൻറ്റ് വിത്ത് ഈറ്റിംഗ് ഡിസോർഡർ ഗോസ് ഓൺ ഈറ്റിംഗ് ബിങ് ദെൻ പർഗ് ബൈ സെൽഫ് ഇൻഡ്യൂസ്ഡ് വൊമിറ്റിംഗ് ഓർ യൂസിങ് എ ലാക്സേറ്റീവ്. ദ ഈറ്റിംഗ് ഡിസോർഡർ ഓഫ് ദ പേഴ്സൺ ഈസ്. അപ്പം അഡോളസൻ്റ് ഏജിലുള്ള ആളുകളുടെ ഈറ്റിംഗ് ഡിസോർഡറിനകത്ത് വരുന്നതാണ്. അതായത് വലിച്ചു വാരി തിന്നിട്ട് തന്നെത്താൻ വണ്ണം വയ്ക്കും, പ്രശ്നമാകുന്നൊക്കെ തോന്നിട്ട് ഒമിറ്റ് ചെയ്ത് കളയുന്ന രീതിയിലൊക്കെ ബിഹേവ് ചെയ്യുക. അപ്പോൾ അത് അനോറക്സിയ നെർവോസയാണോ, ബുലീമിയ നെർവോസയാണോ, ബിങ് ഈറ്റിംഗ് ഡിസോർഡർ ആണോ, പൈക്ക അല്ലെങ്കിൽ പൈക്ക എന്നാണ് പറയുക. പിക്കാന്നോ പൈക്കാന്നൊക്കെ വായിക്കുക. പൈക്ക എന്നാണ് സാധാരണ പറയുക. BED ബിങ് ഈറ്റിംഗ് ഡിസോർഡർ, ബുലീമിയ നെർവോസ, അനോറക്സിയ നെർവോസ. ഓരോന്നും എന്താണെന്ന് അറിയണം. ഇത്തരത്തിൽ ഭക്ഷണം വലിച്ചു വാരി തിന്നുകയും എന്നിട്ട് ഛർദ്ദിച്ച് കളയാൻ നോക്കുകയും ചെയ്യുന്നത് ബുലീമിയ നെർവോസയാണ്. ഓപ്ഷൻ B ആണ്. അനോറക്സിയ നെർവോസ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഭക്ഷണത്തിനോടുള്ള വിരക്തിയാണ്, താല്പര്യമില്ലായ്മയാണ് അനോറക്സിയ നെർവോസ എന്ന് പറയുന്നത്. അപ്പോൾ അനോറക്സിയ നെർവോസ ക്യാരക്ടറൈസ്ഡ് ബൈ സിവിയർ റെസ്ട്രിക്ഷൻ ഓഫ് ഫുഡ് ഇൻടേക്ക്, ഇൻറ്റൻസ് ഫിയർ ഓഫ് വെയ്റ്റ് ഗെയിൻ ആൻഡ് ഡിസ്റ്റോർട്ടഡ് ബോഡി ഇമേജ്. അൺലൈക്ക് ബുലീമിയ, പർഗിങ് ഈസ് നോട്ട് ഓൾവേസ് ഇൻവോൾവ്. അതായത് ഇതിനകത്ത് വണ്ണം വയ്ക്കുന്ന പേടിച്ചിട്ട് ഒന്നും കഴിക്കാതിരിക്കുന്ന, വിരക്തി കാണിക്കുന്ന ഭക്ഷണത്തിനോട്, അതാണ് അനോറക്സിയ നെർവോസ. ബിങ് ഈറ്റിംഗ് ഡിസോർഡർ, ബിങ് ഈറ്റിംഗ് എപ്പിസോഡ് ബട്ട് വിത്തൗട്ട് പർഗിങ് ബിഹേവിയേഴ്സ്. പീപ്പിൾ വിത്ത് BED ടിപ്പിക്കലി ബിക്കം ഓവർ വെയ്റ്റ് ഓർ ഒബേസ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം വലിച്ചു വാരി തിന്നും, പക്ഷേ ഈ തന്നെത്താൻ ഛർദ്ദിച്ച് കളയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡൊന്നും കാണിക്കുന്നില്ല, വലിച്ചു വാരി തിന്നുന്നു മാത്രമേ ഉള്ളൂ. അതാണ് ആ രണ്ടെണ്ണം തമ്മിലുള്ള വ്യത്യാസം. നേരത്തെ പറഞ്ഞ BEDയും ബുലീമിയ നെർവോസും തമ്മിലുള്ള വ്യത്യാസത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഭക്ഷണം വലിച്ചു വാരി തിന്നുന്നു മാത്രമേ ഉള്ളൂ. മറ്റേതിനകത്ത് ഈ പറഞ്ഞ പോലെ വണ്ണം വയ്ക്കുമെന്ന് പേടിച്ചിട്ട് നമ്മൾ തന്നെ ഛർദ്ദിച്ച് കളയാനൊക്കെ ശ്രമിക്കുന്ന രീതിയിൽ ബിഹേവ് ചെയ്യുന്നതാണ് ബുലീമിയ നെർവോസ. ഇതെപ്പോഴും ആവർത്തിക്കുന്നതാണ് കേട്ടോ. ഇനി പൈക്ക എന്ന് പറയുന്നത് നോൺ ഫുഡ് ഐറ്റംസ് എടുത്ത് വിഴുങ്ങുന്ന പ്രത്യേകതയാണ്. കുട്ടികളിലൊക്കെയാണ് പ്രത്യേകമായിട്ട് കാണുന്നത്. എ ഡിസോർഡർ വെയർ ഇൻഡിവിജ്വൽസ് ഈറ്റ് നോൺ ഫുഡ് സബ്സ്റ്റൻസ്, ഇപ്പോൾ ഡേർട്ട്, ചോക്ക്, പേപ്പർ, അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ, അറിയാതെ കഴിക്കുന്നതല്ല, ഒരു മാസത്തോളമൊക്കെ തുടർച്ചയായിട്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഭക്ഷണം കഴിക്കാണ്ടാത്ത
ചില പ്ലാസ്റ്റിക് സാധനങ്ങൾ അല്ലെങ്കിൽ ചില ചോക്കിൻ്റെ പൊടി വണ്ടിനെയൊക്കെ എടുത്ത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടിട്ടില്ല. ചില എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് ചുമ്മാ എടുത്ത് നാണയം വിഴുങ്ങുക അങ്ങനെ കണ്ടിട്ടില്ല കുട്ടികൾ ചെയ്യുന്നത്. അതാണ് പൈക്ക എന്ന് പറയുന്നത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നെങ്കിൽ പൈക്ക എന്ന് പറയുന്ന ഡിസോർഡർ അവർക്കുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആയിട്ട് തരാനുള്ളത്. കാരണം അങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്നൊരു ഏരിയയാണ് പലപ്പോഴും. നമ്മളങ്ങനെ പഠിക്കുന്നില്ല. ബി എഡിന് കാലത്താണെങ്കിലും ഈറ്റിംഗ് ഡിസോർഡറിൻ്റെ ഒന്ന് പേര് വെച്ചൊന്നും പഠിക്കുന്നില്ല. പക്ഷേ അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതുകൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് ടോപ്പ് 5 ക്വസ്റ്റ്യൻസിലൂടെ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.